ഹലോ ഗായ്സ്, ഐ എം ഹിയർ വിത്ത് ഹേ ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ പാർട്ട് 3 ആണ്. പാർട്ട് 3 ആട്ടത്. അപ്പോൾ എന്തിൻ്റെ എന്നല്ലേ, വേറെ എന്തിൻ്റെ അല്ല, മാൻഷൻ ടൈക്കൂൺ പാർട്ട് 3 ആണ്. മാൻഷൻ ടൈക്കൂൺ ഇവിടെ ഈ അക്കൗണ്ടത്തിനല്ലേ കളിച്ചത്. നോക്കട്ടെ കേട്ടോ, കുറച്ച് ബാക്കൊക്കെ അയക്കണം. മാൻഷൻ ടൈക്കൂണൊക്കെ കൂടെ പോയാ ഗൈസ്, കുറച്ച് കാലമായി കളിച്ചിട്ട് ഇത്രക്കും ബാക്കൊക്കെ ഒന്നും പോകാൻ പാടില്ല. അതാ മാൻഷൻ ലൈഫ് ടൈക്കൂൺ നന്നാ ബാക്കൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും വീഡിയോയിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഒരു 300 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, ഇന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളെ പാർട്ട് 3 ആണ്. പാർട്ട് 1ഉം 2ഉം കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണാൻ വരിക. ഒന്ന് സ്ക്രീൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു, കുഴപ്പമില്ലല്ലോ. സൗണ്ട് അറിയില്ല, സൗണ്ട് ഇനിയും വേറെയാണോ? 30,000 റുപ്യ നമ്മൾ കളി തുടങ്ങിയപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കാറ് പോയി, കാർ സ്പോണറും ഉണ്ട് ഇപ്പം ഗൈസ്. കാർ സ്വിച്ചാ ഇതോടെ അങ്ങനെ നോക്കണം. അവിടെ നോട്ടോ, ഞാൻ വിചാരിച്ച് പേടിച്ചു പോയി ഗൈസ്. 5,000 റുപ്യ എടുത്ത് കാറാണ് ഇനി വാങ്ങാൻ പോണ. വലിയ വലുതാണെങ്കിലും 5,000 റുപ്യൊക്കെ കൊടുക്കണില്ലേ. എന്തായാലും ഗൈസ് 31,000 റുപ്യ ഉണ്ട് കേട്ടോ നമ്മളേക്കിൽ. എന്തൊക്കെ ചെയ്യാൻ കഴിയും അതെല്ലാം ചെയ്തിട്ട് വരാം. വാളിടാൻ പോകട്ടെ, നമ്മൾ വാൾ വെച്ചിട്ടുണ്ട്. വേണോ ഉണ്ടായിക്കോട്ടെ. അയ്യേ, അൽമാര ക്ലോസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേറെ എന്തുവാണ് വിചാരിച്ചത്. നമുക്ക് ഇതൊക്കെ സീറ്റ്സ് 4,300 ഇതൊക്കെ സീറ്റ്സൊക്കെ. ഇനി നമുക്കൊന്ന് പൈസ കളക്ട് ചെയ്തിട്ട് വരാം. പക്ഷെ പൈസ കളക്ട് ചെയ്യാൻ അവിടെ പൈസ നിറയെ സാധനം ഇല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണ്, ജസ്റ്റ് ട്രിപ്പ് ഞാനുണ്ട്. നമുക്കൊരു ട്രിപ്പ് പോയാലോ? കാറിലൊരു ചെറിയൊരു ട്രിപ്പ് പോയിട്ടില്ല. മീൻസ് ബാക്കി എല്ലാവരും ഇതൊക്കെ നോക്കാനാട്ടോ, അല്ല വേറെ ഒന്നിനല്ല. ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഞാൻ ആരാ നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾക്കറിയാം. അന്ന് പ്രൊഫഷണൽ ഡ്രൈവർ. ഞാൻ എന്തായാലും മേൽക്കൊക്കെ ഒന്ന് കയറി എല്ലായിടത്തും ഒന്ന് കറങ്ങി വരാം ഗൈസ്. നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിലൊന്നും നിങ്ങൾക്കും കാണാമല്ലോ. നിങ്ങൾക്ക് അപ്പുറത്തൊക്കെ പോകണം, പക്ഷെ നിങ്ങളൊക്കെ കാറില്ല അല്ലെങ്കിൽ അപ്പുറത്തൊക്കെ കണ്ടോളിപ്പോൾ തന്നെ. എൻ്റെ അപ്പം കൊണ്ടൊന്നും കയറ്റാൻ പറ്റില്ല. അപ്പോൾ അതിനവിടെ പൈസ ആവാനും വേണ്ടിയിട്ട്, അല്ലാതെ നമ്മളേക്കിൽ കാറിനുള്ള ഇതിനൊന്നല്ല. അവിടെ പൈസ ആയാലും നമുക്ക് ഉണ്ടാകാനുണ്ടോ. അത് ബില്ലിലൂടെ ഒക്കെ ഇതിന് പ്രൊഫഷണലല്ലേ. എപ്പോഴും 50 km/h സ്പീഡിലാട്ടോ നമ്മൾ പോണേ. അത് നമുക്ക് 70 ആക്കണം, 70. പക്ഷെ ഇടയിൽ വളവുണ്ടാകുമ്പോൾ അത് കുറയും കേട്ടോ. മെല്ലെ മെല്ലെ അങ്ങനെ കുറച്ച് കുറയും. ഞാൻ അടുത്ത സ്പീഡ് കുറക്കും. 60 വരെ പോവും. അത് 60 എങ്ങനെയെങ്കിലും കൂട്ടാൻ കഴിയുമോ? ചെരിയുമ്പോൾ കണ്ട അതിൻ്റെ തിരിക്കന്നെ ആവണേ. കുറയട്ടെ, പ്രശ്നമില്ല. ഇപ്പം തന്നെ അവിടെ ആയുണ്ടാവും ഒരു 10,000 ഒക്കെ. മതി, നമുക്ക് ഇറങ്ങിയാലോ? കൂടെ ചാടി വെക്കാം. ഓ ഗൈസ്, എവിടെ എത്തിയിട്ടുണ്ട്? ഇതാ എനിക്കറിയില്ല. വേറെ ആയിരുന്നു എന്നിട്ട് പോയേക്കാം. ചെറുതായിട്ട് വയ്യൊന്ന് എത്തിയില്ലേ. ഇവിടെ നമ്മൾ കഴിഞ്ഞ പാർട്ട് 2 പോയതാട്ടോ. സോറി, SD കൂടെ നമ്മൾ കഴിഞ്ഞ പാർട്ട് 2 പോയതാണ്. നമ്മളെ പെരയൊക്കെയാണ് പോകേണ്ടത്. നമ്മളെ പെര എവിടെയാന്ന് പറഞ്ഞ് തപ്പാൻ പോണേ. പെര എവിടെ ഇതില്? പെര എത്തിയില്ല. ഇതാണ് പെര. എത്തിനല്ല, ഡ്രൈവ് എവിടെ? ഡ്രൈവ് ചെയ്യാം. ഇത് നമ്മൾ ജമ്പിൻ്റെ ബട്ടൺസ് ഒന്നും വെക്കാൻ പാടില്ല കേട്ടോ. കണ്ട ജമ്പിൻ്റെ ബട്ടൺസ് വെക്കാനുള്ള പ്രശ്നമാണിത്. ഇതാരാ വീട് എന്നൊക്കെ അറിയോ?
അറിഞ്ഞെങ്കിൽ അറിഞ്ഞോ, മൈ ഹൗസ്. നമുക്ക് പോവാം. പൈസ ഇപ്പോൾ 30,000 ആയല്ലോ. കുഴപ്പമില്ല, ഇപ്പോഴത്തേക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അടുത്ത പ്രാവശ്യം ഇതൊന്നും പോരട്ടോ. നമുക്ക് 55,000 ഉണ്ട്. നമുക്ക് എല്ലാം ഒന്ന് സെറ്റാക്കി തരാം. ഇന്നത്തെ വീഡിയോൻ്റെ ലെങ്ത്ത് എത്ര കൂടിയാലും കുഴപ്പമില്ല. ഇന്ന് നമ്മൾ മാക്സിമം ഫുള്ളാവാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ ഫൈനൽ പാർട്ട് അല്ലെങ്കിൽ പാർട്ട് 4 വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആദ്യം നമുക്ക് ഉള്ളിൽ ആക്കിയിട്ട് മതിട്ടാ. പുറത്തൊക്കെ ഇതൊക്കെ ഉണ്ട്. ഈ റൂം ഞാൻ ആദ്യം പണി തുടങ്ങിയേക്കണ്. അതുകൊണ്ടാണ് ഞാൻ ഈ റൂം തീർന്നിട്ട് ബാക്കി വെച്ചത് കേട്ടോ. അല്ലാതെ വേറെ ഒന്നും വിചാരിക്കരുതിട്ടോ. റെയിലിങ്സൊക്കെ വെക്ക്. പുറത്തുള്ളതൊക്കെ തീർക്കല്ലേ. ഇവിടെ ഉള്ളതൊക്കെ ആദ്യം തീർക്കണം. വേറെ ഒന്നിനുമല്ല. ഇങ്ങനെ ഇവിടെ കാണുമ്പോൾ ഒരു സുഖമില്ല. ഒരു 3,000 ഉണ്ട്. നമുക്ക് ഇതിൽ കൂടെ അങ്ങനെ ഇറങ്ങാം. അയ്യവാ, ഒരു മിനിറ്റ്. സ്ലൈഡ് ഉണ്ടല്ലോ, നമുക്ക് സ്ലൈഡ് ചെയ്യാൻ കഴിയോ? അയ്യോ, അങ്ങനെങ്കിലും ഇങ്ങനെ. അയ്യവാ, വെള്ളത്തിലാണ് കേട്ടോ. ഇതെന്താ വെള്ളത്തിൽ നീന്തണം പോലും. വൈബാണല്ലോ വെള്ളത്തിൽ നമുക്ക് നടക്കാം. നമ്മൾ മുങ്ങിയാലും നടക്കും. വൈബല്ലേ, എൻ്റെ ഈ സ്റ്റൈലല്ലേ. നമ്മൾ നന്നടിയിലാട്ടപ്പോൾ 2 തട്ടിയാണ്. നമ്മൾ 2ാമത്തെ തട്ടിന്ന് ഇങ്ങോട്ട് പോകുന്നു. അവിടെ എത്ര പെണ്ണിൻ്റെയൊക്കെ 3,000 ഉണ്ട്. അവിടെ ഒരു 30,000 ഞാൻ പ്രതീക്ഷിക്കുന്നു. 22,000 ഉള്ളൂ. ഇനിയിപ്പോൾ അവിടെ പോയി ഒരു സാധനം എടുത്തപ്പോൾ തന്നെ ഇങ്ങോട്ട് തന്നെ വരണം. നമുക്ക് റൂം വേണോ? ആദ്യം റൂം ഡൈനിങ് ഹാൾ വേണോ? ആദ്യം നിറഞ്ഞ റൂമാക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം പണി തുടങ്ങിയത് ഏതാ? റൂം കഴിഞ്ഞിട്ടല്ലോ നിങ്ങളൊക്കെ വന്ന് ഫ്ലോറൊക്കെ വെക്കാൻ വേണ്ടി വന്നിക്കണോക്കാം. വെക്കൂല. ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് കഴിഞ്ഞിട്ട് ആദ്യം നമുക്ക് ഇവിടുത്തെ കിട്ടാം. സ്ലൈഡിങ് ഡോർ റെഡി. റെയിലിങ്സ് വേണ്ട. ആദ്യം ഇവിടെ സൺചെയർ. അയ്യോ, ഒരു കുളിക്കാനുള്ള സെറ്റപ്പ് ഇപ്പം തന്നെ ആയി. ഓ ഗൈസ്, മൈ ഫ്രണ്ട് ആസ്ട്രോണമിസ്റ്റ് ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നോട് ചാറ്റ്സിൽ പറയും എന്ന് പറഞ്ഞാൽ ഫ്ലിക്കോ കളിക്കൂട്ടോ. ഓൻ ചാറ്റ്സിൽ പറയാൻ സാധ്യതയുണ്ട് ഫ്ലിക്ക് പോകാൻ. ഓൻ്റെ പേര് എവിടെയാണെന്ന് പറഞ്ഞെങ്കിൽ ഒരു സുഖമായിരുന്നു. ഗൈസ്, നമുക്ക് ഓൻ്റെ പേരും തപ്പിയാൽ ഇതിൻ്റെ പേര സെബിൻ4 നമുക്കൊന്ന് തപ്പിയിട്ടില്ല ഗൈസ്. ട്രൈ. ഇറ്റ്സ് ടൈം ഫോർ ഫൈൻഡിങ് ദിസ് ഹൗസ് ബ്രദർ. നേരത്തെ തോന്നുന്നല്ലോ ഓൻ കളിക്കലില്ല. ഇപ്പം കളിച്ചാവെന്ന് വിചാരിക്കണ്ട. ഞാൻ അത് മുമ്പ് കളിച്ചുകൊണ്ട് എനിക്കറിയില്ല. പോയോ ഗൈസ്, അവൻ്റെ ഇതെവിടെയാണ്? മേലെ തന്നെ ആവും. പിന്നെ നല്ല വലിയ റിച്ച് പീപ്പിൾസ് മേലാവുമല്ലോ. ചെക്കൻ ലീവ് അടിച്ച് പോയിക്കണമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഓനെ തപ്പി പോവാണ്. ലീവ് അടിച്ച് പോയിട്ടുണ്ടോ ചെറുപ്പയിൽ. ഗൈസ്, അതൊന്ന് കേട്ടുകയറാൻ പോകട്ടോ. എൻ്റെ മുടി പുറത്തുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഇവിടെ ചെക്കൻ്റെ പേരാ മാൻഷൻ. ഏതൊരു മാൻഷൻ കണ്ടാൽ നിർത്തണം. കാരണം എന്താ വെച്ചാൽ ചെറിയ മാൻഷനാണ് വലിയ മാൻഷനാണ് ചിലപ്പോൾ വേണ്ടാവും. നല്ല ശ്രദ്ധയുണ്ട്. ഇവിടെ ഒരു മാൻഷൻ ഉണ്ട് കേട്ടോ. ആരുതാണിത്? തുടക്കമല്ലല്ലോ. ഇതാരുതാ? ആസ്ട്രോണമിസ്റ്റ് അല്ലല്ലേ, അന്നാമേരി. ആസ്ട്രോണമിസ്റ്റ് ആണെന്ന് വിചാരിച്ചു. ഇത് അടുത്ത മാൻഷൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതാ മാൻഷൻ കണ്ട് ഞാൻ പറഞ്ഞത് ആരുതാണത്. അല്ല, ഓൻ്റെ ആണല്ലോ. ഇത് ഓൻ്റെ ആണ് ഗൈസ്, ഓൻ്റെ ആണ്. എങ്ങനെയുണ്ട് എൻ്റെ? ഞാൻ പോയേക്കാം. നമുക്കിപ്പോൾ കോളയാനുള്ളൊരിതില്ല കേട്ടോ. ഉള്ളത് പോയേക്കാം. ബ്രോ, ഇറ്റ്സ് മീ. കം. ബ്രോക്ക് ഇത് കയറാൻ കഴിയുണ്ടോ? കഴിയണ്ടേ കയറി. നമുക്ക് നമ്മളെ ഹൗസാണ് കാണിച്ചു കൊടുക്കട്ടാ. കണ്ട് ഞെട്ടട്ടെ.
നമുക്ക് നമ്മളെ ഹൗസ് തന്നെ കാണിച്ചെടുക്കാം. എത്തട്ടെ, നമ്മളെ ഹൗസ് അടിയിലാണെന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ അടി വരെ പോകണം നമുക്ക് കാണിച്ചെടുക്കാനും വേണ്ടി സംഭവം. ഇനി പിന്നെ ഇങ്ങോട്ട് തന്നെ വരേണ്ട ഒരു ടെൻഷന് ഓൾക്ക് ഇങ്ങോട്ട് വരാൻ ഓൻ്റെ കാറൊന്നുമില്ല. നമ്മൾ റിച്ചാണ്. 24,000 30,000 റുപ്യാണ് കേട്ടോ ഒരു കാറിന്. നമുക്ക് കാർ സ്പോണറും വാങ്ങണം. ഇനിയൊരു ഇറക്കം കൂടി ഉണ്ട്. ഒക്കെ നമ്മൾ റിട്ടേൺ കയറണം. എന്തിന് ബെന പെരേക്കാക്കാൻ, ബെൻ്റെ മാൻഷൻക്കാക്കാൻ നമ്മൾ റിട്ടേൺ കയറണം. ഇതല്ല എൻ്റെ മാൻഷൻ, ഇതാണ്. ആണ് നോക്കിയാൽ അറിയാൻ പറ്റൂലേ. Come here, bro. Mansion ura. പൈസ നേരം നമ്മൾ വെറുതെ കളക്ട് ചെയ്ത് വെച്ചേക്കാം. മുകളിലൊക്കെ ഒന്ന് കണ്ട് ഞെട്ടട്ടെ. നമുക്ക് വെള്ളമൊക്കെ അടിച്ച് ആണ് ബ്രോ. ഇതാണ് എൻ്റെ മാൻഷൻ. നെറ്റ് കുറച്ചൊക്കെ അങ്ങോട്ട് വാ. ഞാനുണ്ട് എങ്ങോട്ട്. നമുക്ക് ബോൾ ചെയ്യാൻ കഴിയും നോക്കാം. നമുക്ക് അത്രക്കും ഇല്ല കേട്ടോ. ഇനി ഇവിടെ ഞാനുണ്ട് ഇപ്പല്ലേ. എല്ലാവിധ സെറ്റപ്പും നമ്മളിവിടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരെ കാർ പോർച്ചിട്ട് ഇപ്പം നോക്കുകയാണ് തോന്നുന്നുണ്ട്. എങ്ങനെയാണ് ബെൻ്റെ ഇത് അങ്ങനെ തന്നെ ആവുമല്ലോ. നമുക്ക് എന്തായാലും പോകാനായോ ഒന്നും വിടില്ലല്ലോ. ഗ്ലോബലിൽ ഇതൊരു ഓടുണ്ടോ? ഓടുന്നില്ല, ഒന്നും കൂട്ടായിട്ടില്ല. നമുക്ക് എന്തായാലും പോവല്ലോ ചോദിച്ചാൽ. എന്നാലും നമുക്ക് പണി എടുക്കാം. നമ്മളെന്തിനാ പണി നിർത്തുന്നത് ഗൈസ്? നമുക്ക് ഈ ടൈമിൽ പണി എടുത്തൂടെ? പണി എടുക്കുക. വെറുതെ അവൻ പോകുമ്പോൾ ചോദിച്ചോളും. അപ്പം ഇവിടെയായിട്ടാ പണി. പുറത്തുള്ള പണിയൊക്കെ തീർത്തിട്ട് മതി ഉള്ളിക്ക്. ഓൻ വേണമെങ്കിൽ എന്നോട് ചോദിക്കും എന്ന് വിചാരിക്കുക. അല്ലാത്ത സ്വിമ്മിംഗ് പൂളാണ്. നമുക്ക് പോകണോ ചോദിച്ചോക്കാം. നമുക്ക് പോണ വാ നമുക്ക് പണിയെടുക്കാം, പിന്നെ എടുക്കാം ഗൈസ്. കാരണം ആ സമയം ഇവിടെ പൈസ ആയിക്കോളും. ചെക്കനോട് ഓൻ്റെ മാൻഷൻ കണ്ട് ഞെട്ടിയ. ഇവിടെ ഇങ്ങനെ കേട്ടാ, ഇവിടെ വാൾസൊന്നുമില്ല. ഞാൻ വിചാരിച്ച ഒരു വാൾസൊക്കെ ഉണ്ടാവും എന്നാണ്. നമുക്ക് ഓനെന്തായാലും മാൻഷൻ കണ്ട് ഞെട്ടിക്കൊണ്ടിരിക്കുക കേട്ടാ. ഇങ്ങനെ നമുക്കെന്താ നമ്മൾ പണി തുടങ്ങണോ അതോ ബെന പെരയിലാക്കി വരണോ എന്ന് എനിക്ക് ഡൗട്ട്. ഇനി ബെന ഇവിടെ പിന്നെ മാൻഷൻ കണ്ട് ഞെട്ടിക്കുകയാണ്. എനിക്ക് തോന്നി ഇതെന്താ ടൈക്കോണാണ്, പിക്കാക്സ് ടൈക്കോണ്. ഞാൻ ഇല്ല ബ്രോ, ഇല്ല. ലീവ് അടിച്ചു കിട്ടാ, ചെക്കൻ ലീവ് അടിച്ചിട്ട് നമുക്ക് എന്തായാലും നമ്മളെ പണിയിലോട്ട് തന്നെ പോകാം. ഓന്തോ ടൈക്കോൺ കളിക്കേണ്ടത് പിക്കാക്സ് ടൈക്കോൺ എന്നാണ് ഇപ്പോൾ ഗെയിമിൻ്റെ പേരായിട്ട് നമ്മൾ അറിഞ്ഞത്. പക്ഷേ നമുക്ക് വിവരം കല്ല ബ്രോ, ചെറിയൊരു തിരക്കിലാണ്. നമ്മളാദ്യം മാൻഷൻ ടൈക്കോൺ ഒന്ന് ഫുള്ളാക്കട്ടെ. പിന്നെ സൂ ടൈക്കോണൊക്കെ ഉണ്ട്, നമുക്ക് കുറേ പണിയുണ്ട്. സൂ ടൈക്കോണൊന്നും കണ്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണും കേട്ടോ. അന്നേരം പെട്ടിരുന്ന ടി വി ഒക്കെ കാണാം. കണ്ട് വൈബ് എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കിട്ടാം. വെറുതെ ഒരു സുഖം ഗൈസ്. അങ്ങനെ ഒരു 2 റൂമായിട്ട് റെഡി ആയിട്ടോ. ഇവിടെ സീറ്റ് റെഡി ആയിട്ടുണ്ട്, ലൈറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ എന്താ ബാത്റൂം ആട്ടോ. ലൈറ്റൊക്കെ ഇവിടെ കരണ്ട് പോട്ടേന്ന്. റെയിലിങ്സ് ഒക്കെ 2 സൈഡിലും ബാ. പ്ലാൻസ്, ഫ്ലോർ അടുത്ത ഫ്ലോർ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി 10,000 റുപ്യ ഉണ്ട്. കാർപ്പറ്റിന് മതി നമുക്ക് 10,000 റുപ്യയിലുള്ളത്.
ആ 10,000 ഇപ്പം തന്നെ മുടിപ്പിച്ചേക്കാന്ന്. ഇനി എന്തൊക്കെ ഒന്നുമില്ല, ഒരു 20,000 ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ളതൊക്കെ കാണണമൊക്കെ തീർക്കാം. എന്തായാലും ആ 20,000 എടുക്കുക. 60,000 ഉണ്ട് ഇവിടെ തന്നെ. നല്ല അഭിപ്രായം. 60,000 നമ്മുടെ അടുത്തുണ്ട്. ഇനി നമുക്ക് മേലെ പോവാം. നമ്മൾ ഒന്നെങ്കിൽ ഇന്ന് തന്നെ ചിലപ്പോൾ തീർക്കും. ഇതിനൊരു അവസാനം ഉണ്ടാവും തന്നെ വിചാരിച്ചിട്ടായിക്കൊണ്ട് ഈ മാൻഷൻ ഉണ്ടാക്കിച്ചാവോ, കുറേ ഉണ്ടാവുമോ? ഒരു 3 ഞാൻ പ്രതീക്ഷിക്കണില്ല, ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കുക. 20,000 ഉണ്ടായാൽ തന്നെ മതി ഇവിടെയുള്ളതൊക്കെ തീർക്കാൻ. തീർത്തിട്ടുമുണ്ട്. ഇനി വാള് സെറ്റാക്കി. ഞാൻ അവിടെ ഒരു വാൾ സെറ്റാക്കുന്നുണ്ട്. അതിന് മുമ്പ് ഇവിടെ സ്ലൈഡിങ് ഡോറ് പുറത്തെന്തോ വരാണ്ടല്ലോ, അത് ഞാൻ എന്തായാലും ഇനിയൊക്കെ ഇതൊക്കെ സെറ്റാക്കിയേക്കാം. അതൊക്കെ ലാസ്റ്റ് കിട്ടോ, വെയിറ്റ് ചെയ്തിട്ടോ. ആദ്യം പ്ലാൻസിന് 15,000 ഉണ്ട്. ഇനി 3,000 ഉണ്ട്. ഇനിയും സെറ്റാക്കാൻ കഴിയും? ഇല്ല, എന്തെങ്കിലും പോയി വാങ്ങണ്ടേ? അപ്പം അതിന് പോവാണ് നമ്മൾ. ഗൈസ് കാറിന് വാങ്ങൂല്ലോ. ഞാൻ കാറൊരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. എന്തിന്? നല്ലൊരു ഉപകാരം ഉണ്ടല്ലോ കാറ് വാങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൈസ ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഇങ്ങോട്ട് പോയിട്ടില്ലല്ലോ. ഇങ്ങോട്ട് പോയൊക്കെ ഗൈസ്. ഇവിടെ അടുത്ത ആളെ മാൻഷൻ ഉണ്ട്. അപ്പോൾ നമ്മളെങ്ങാട്ട് റിച്ച് ആവണോ? അല്ല കേട്ടോ, നമ്മളങ്ങനെ സീൻ. ഇതാണ് മിച്ചേൽ മാൻഷൻ. എന്തായാലും നമുക്ക് നേരെ പോവാം ഗൈസ്. അടുത്ത ആളെ മാൻഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ കയറാണ്ട് വെച്ചോക്കാം. ഐഡിയ ഉണ്ടോ? നമുക്ക് പോവാം. നമ്മളിങ്ങോട്ട് ഇങ്ങനെ പോയി നോക്കുന്നത് ഇവിടെ എങ്ങനെയാണ് സ്ഥലങ്ങൾ നോക്കാം. ഇവിടേക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്നേ. എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ ആഴ്ച അവിടെ പാർക്കിംഗ് ഉണ്ട് ബീച്ചിൻ്റെ. നമ്മൾ ഇങ്ങോട്ടും പോയിരുന്നു, കുറച്ച് പോയില്ല. ഞാൻ പറഞ്ഞ അവിടെ വരെ പോയിരുന്നു. ബാക്കി ഇന്ന് പോവാലോ. ഊണല്ലേ നമ്മൾ അവിടെ പൈസ ആയിക്കോളും. 16,000 ഇപ്പോൾ ഉണ്ട്. ഇവിടെ ഒരു പാർക്കിങ്ങിൻ്റെ ഏരിയ ഉണ്ടാവേണ്ടതാണ്. അന്ന് കൊണ്ട് വെച്ച് ഇവിടെ പാർക്കിങ്ങിൻ്റെ ഏരിയ ഉണ്ടായല്ലോ. നമ്മൾ റൈറ്റ് അടുത്തില്ല. അന്ന് റൈറ്റ് അടുത്തില്ല. ഇവിടെ പാർക്കിങ്ങിൻ്റെ ഏരിയ. അവിടെ ഒരു ക്യാമ്പ് ഫയർ ആണെന്ന് തോന്നുന്നല്ലേ അല്ലേ? ആണ്. നമ്മൾ ബാക്കി പോയില്ല. പിന്നെ ഇവിടുന്ന് റിട്ടേൺ എടുത്താണ് അന്നുണ്ടായത്. പക്ഷെ ഇപ്പം നമ്മൾ ബാക്കിയും കൂടി പോവാണ്. എവിടെ വരെ എത്തുന്ന ലാസ്റ്റ് കാണാം. ഇത് 55 km/h സ്പീഡാണുള്ളപ്പോഴും അത് കൂടി 70 ആക്കണം. ആവില്ല കേട്ടോ, വേറെ കാര്യം. ഓൾവേസ് റൈറ്റ്. എന്തെന്നാലും നമ്മൾ റൈറ്റിൽ നിന്ന് മാറരുത്. ഇതുവരെ മതി. ഇപ്പം തന്നെ അവിടെ കുറേ പൈസയായിട്ടുണ്ടാവും. ഇനി മതിട്ടാ, കുറച്ച് പോകുന്നു. ലാസ്റ്റ് വയ്യായിട്ട് തെറ്റിയാൽ മൂഞ്ചും. വൈ തെറ്റൂലുള്ള കാര്യം ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഇതിട്ടാൽ മതി. ഇതിട്ടാൽ എങ്ങനെയാണെന്നുണ്ടാവും. പക്ഷെ നമ്മളിതൊന്നും നോക്കില്ല. ഇനി ഫുൾ ലെഫ്റ്റ് ഔട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇഷ്ടത്തിന് റൈറ്റ് ഇല്ലേ. ഇനി നമ്മൾ വരുന്ന വഴിക്ക് റിട്ടേൺ വരുമ്പോൾ എല്ലാം ലെഫ്റ്റ് ആയി ഉണ്ടാവും. മനസ്സിലായി? അങ്ങനെ വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും അവിടെ കുറേ പൈസ ഉണ്ടാവും. 67 km/h സ്പീഡിലാണ്. എങ്ങനെയെങ്കിലും അതൊന്നും 70 ആക്കി താടാ, ടാർഗറ്റ് ആക്കി താടാ. പ്ലീസറാ, സ്പീഡില്ലാത്തൊരു വണ്ടിയിൽ വന്നോളൂ. പുല്ലാണിത്. ഞാൻ 5,000 വെറുത്തല്ലോ കേട്ടോ. വെറുത്താണെന്ന് വെച്ചാൽ ഏത് കാറാണെങ്കിലും വെറുത്താണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ 1 കോടിക്ക് വാങ്ങിയതാണെങ്കിലും നമ്മൾ ഈ കാർ വെച്ച് ഉണ്ടാക്കണതാ അവിടെയുള്ള പൈസ. ഈ 5,000 വാങ്ങിയത് നമ്മൾ ഇപ്പോൾ ഇതിലുണ്ടാക്കി 5,000 വെച്ചിട്ട് അങ്ങനെ ഒന്നും ആലോചിക്കുക. 3 വീട് ഹെൽത്തേക്ക് വീട് കഴിച്ച് നല്ല രസം കാണാൻ. കണ്ടെന്ന് വിചാരിക്കുക 3 ഹെൽത്തേക്ക് ഒറ്റ വീട് രസം കാണാൻ. ഇതൊക്കെ കയറട്ടെ. ഇതൊക്കെ എന്ത് സുഖമാണ് കയറാൻ. കണ്ട ഞാൻ കയറണുണ്ടോ? ലെഫ്റ്റ് ചെക്കിൻ്റെ ബേസ് ഇതൊക്കെ സീനാട്ടാ. ഇത് നമ്മൾ വിചാരിച്ച നമ്മളെ മാരത്തെ ഒരു പ്ലേസ് അല്ല. സീൻ പ്രൊഫഷണൽ ആണ്. പക്ഷെ നമ്മളാട്ടോ ഈ അടിയത്തെ മെയിൻ ആൾക്കാരാണ് നമ്മൾ തന്നെയാണ്. വേറൊന്നും പറയാനില്ല. നമ്മളെ മാനേജർ കണ്ടില്ലേ, വലുതാണ്. ഇറങ്ങട്ടെ, വണ്ടി പോട്ടെ. അവിടെ ഇപ്പോഴാ 52,000 60 അത് ഇത്ര ഉള്ളൂ. കുറവാട്ടോ, കുഴപ്പമില്ല. നമ്മളെ 51,000 ഉണ്ടല്ലോ. പൈസ ഈസ് നോട്ട് എ മാറ്റർ ഫോർ മീ. ഓക്കെ, പൈസ നമ്മളൊക്കെ എത്ര ഉണ്ട്? നമ്മൾ വേണമെങ്കിൽ വീശി എറിയും. പൈസ മസങ്ക എന്നൊക്കെ പറഞ്ഞാൽ വീശി എറിയും. ആദ്യം ഈ പുറത്തുള്ള സെറ്റാക്കിയിട്ട് നമുക്ക് ഉള്ളിൽ വരാം. അതാണല്ലോ എൻ്റെ ഒരു പോളിസി. സീറ്റ്സ് പുറത്തുള്ള സെറ്റാക്കാൻ പുറത്തുള്ള കഴിയുണ്ട്. ഫയർ പ്ലേസ് അടി ക്യാമ്പ് ഫയറാ ഗൈസ്, നല്ലത്. പ്ലാന്റ് ഞാൻ പുറത്തുള്ളതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്.
നമ്മൾ ഉള്ളിൽ വന്നിട്ട് കാർപ്പറ്റ് കൂടെ ഇടുമ്പോൾ വൈബായില്ലേ. എല്ലാവരും വേണം വാൾഡ്. ഇനി വിൻഡോസ് എടുക്കണം. വാടപ്പൊളി കാർപ്പറ്റ്, വാടപ്പൊളി പൊളി പൊളി ടാകളോ. അയ്യവ രസം കേട്ടോ. 12,000 ലാഗുള്ള 12,000 അതും ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തിന്? പ്ലാൻസിന്. നമുക്കിങ്ങനെ കളിച്ചാലാ? കളിക്കാൻ കഴിയില്ല. ഇനി 11,000 ഇവിടെ സീലിങ്ങിന് വയ്ക്കണേ. ഫ്ലോറിന് വയ്ക്കുന്നുണ്ട് 16,000. ഇവിടെ റൂം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇതും കൂടി സെറ്റാക്കുമ്പോൾ മിക്കവാറും കഴിയുമായിരിക്കും. പിന്നെ നമ്മൾ റൂഫും കൂടി കൊണ്ട് വെക്കുമ്പോൾ കളറായി നമ്മളെ മാൻഷൻ. ഫൈനൽ പാർട്ട് ഓർ പാർട്ട് 3 ആണത്. കാണാം. 19,000 ഉള്ളു ഇവിടെ. അവിടെ 11,000 16,000 കൂടി കൂടുമ്പോൾ തന്നെ ആയി എത്ര? 26,000. ഇന്ത്യയൊക്കെ ഉള്ള 20,000. ഞാൻ അവിടെ പോയി ഒന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് തന്നെ വരണ്ടേ. ഞാൻ കാര്യം പറയാം. ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇത് ഫുള്ള് നമ്മൾ കറക്കാട്ടോ. ഇതിൽ ഏറ്റവും കൂടുതലും ഫുൾ കറക്കാണ്. എന്തായാലും പോവാം. നമ്മൾ ഇനി എങ്ങോട്ടാന്നല്ലേ ഈ കൂടെ ഇറങ്ങി നോക്കാം. ഇവിടെ എത്തുക. വൈബല്ലേ. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഈ കൂടെ ലെഫ്റ്റ് എടുത്ത് നോക്കാം. നേരത്തെ റൈറ്റ് എടുത്തു, ഫ്രഷ് ലെഫ്റ്റാണ് നമ്മൾ പോകുന്നത്. ഈ ലെഫ്റ്റ് ഇത് എവിടേക്കാണെന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ തന്നെ അവിടെ ഒരു 50,000 ആയാൽ മതി. ഊരിലൊന്നും ആകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോണത്. ഇത് എവിടെയാണ്? ഇത് ഇവിടെ ഒരു പാർക്കിംഗ് പോലും കാണില്ലല്ലോ. പോരാട്ടോ, പോരാ. ഇവിടെ മോശാട്ടോ. അവിടെ റോഡ് അവിടെ എൻ്റെ ഉണ്ട് തോന്നിയിട്ടാട്ടോ ഞങ്ങോട്ട് വളഞ്ഞ്. അല്ലാതെ വെറുതെ വളയണം. നമുക്കിത് കേരള കേട്ടോ. കേരളത്താണ് നമ്മൾ. കേരളത്തിലത്തെ ആൾക്കാരാവും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇതിൻ്റെ കുറച്ച് ടീം. എന്നാലും കുറച്ച് ഏറെ പോകും നമ്മൾ. ഓ ഗൈസ്, ഇവിടെ ഇല്ല. ഇവിടെ എന്തോ ഉണ്ട് എന്നാണ്. അല്ല, അവിടെ ഒന്നും കാണില്ല. പക്ഷെ അവിടുത്തെ റോഡ് നേരെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻസ് അടുത്തൊരു ഇതിൽ ഫ്ലിപ്പിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴേ പറഞ്ഞത് നമ്മൾ ഫ്ലിപ്പിൻ്റെ ആളാണ്. നമ്മളെന്തായാലും വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് പോകോളാം. നിങ്ങൾ ഫ്ലിപ്പ് കളി എന്താ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഇതിനെ തൊട്ട് മുമ്പത്തെ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി കേട്ടോ. ഫ്ലിക്ക് എന്നാണ് FPS ഫ്ലിക്ക്. നമ്മളെന്തായാലും റിട്ടേൺ പോവാം. നമ്മൾ റിട്ടേൺ പോവാം കേട്ടോ. അങ്ങോട്ടോ. അപ്പോൾ ഇതിൽ കൂടെ നേരെ അങ്ങോട്ട് പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് കേട്ടോ. എന്തായാലും റോഡ് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ റിട്ടേൺ പോവാം. കുറച്ചും കൂടി നേരം ഇതിൽ തന്നെ നിൽക്കേണ്ടി വരും ദൂരത്തിൽ. വീഡിയോ ലെങ്ത്ത് കൂടുമോ അതോ കുറഞ്ഞ്? ഇത് പാർട്ട് 3 അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇത് ഫൈനൽ പാർട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട് 4 വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്കതേ പറയാനുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുമോ അതോ ഇത് ഫൈനൽ പാർട്ടിൽ തീരുമോ എന്ന് കണ്ടറിയാം. വണ്ടി എടുത്തരാം. നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടാവണ്ടേ. അവിടെ ഉണ്ടോ ബീച്ച്? നമ്മൾ എത്തിയിട്ടുണ്ട്, സ്ഥലത്തിണ്ട്. ഇനി നമുക്ക് 2 കയറ്റങ്ങൾ കയറാൻ കേട്ടോ. നമ്മൾ അങ്ങോട്ട് റൈറ്റ് എടുക്കുന്നുണ്ട്. 64 km/h സ്പീഡിലാട്ടോ നമ്മൾ പോകണേ. 60 ഇപ്പോൾ 57 അത് കുറഞ്ഞുകൊണ്ട് കേട്ടോ. 58 ഇപ്പോൾ കുറയാം. 59 കുറഞ്ഞു. 88, 59, 60 പോട്ടെ. 60 നമ്മൾ കുറച്ചുണ്ട്. 30 കണ്ട് പോകുന്നത്. നമുക്ക് ലെഫ്റ്റ് ഇടിക്കാം. മാറ്റുന്ന വണ്ടി മരം. ഈ പേരൊക്കെ കണ്ടിട്ട് കൊതിയാവുന്നില്ല. കാരണം ചൈനക്കാട് വലിയ പേരാണ് ഇന്ത്യത്. ബിക്കോസ് ഐ എം പ്രൊഫഷണൽ. വണ്ടി പോട്ടെ, വണ്ടി ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഇതിൻ്റെ പേരല്ലേ, ഇത് വേറെ ആളെ പേരാണ്. അപ്പുറത്താണ് എൻ്റെ പേര. നമ്മൾ നേരെ കൊണ്ട് ഇറങ്ങും കേട്ടോ. വണ്ടി ദൂരത്തേക്ക് പോകും. അത് നമ്മൾ ഇറങ്ങുമെന്ന് തന്നെ നോക്കാം. വണ്ടി പഠിച്ചതിനൊക്കെ അത് രസം കേട്ടോ. വണ്ടിയൊക്കെ കുറച്ച് ദൂരം വരെ വരണേനോ. 21,000 ഉണ്ട് ഇതിനേക്കല്ലോ. അവിടെ എത്ര ഉണ്ട്? 63,000. നല്ല കാര്യം. 86,000 ഉണ്ട്. ഒരു 20,000 ആവണ വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100,000 ഉറുപ്പ്യ ഉണ്ടാവും. 100,000 ഉറുപ്പ്യക്ക് വല്ല കാറും ഉണ്ടോ നോക്കിയാൽ ഇല്ലല്ലേ. വേണേ നമുക്കിപ്പോൾ ഒരു കിടിലൻ കാർ വാങ്ങാം. പക്ഷെ നമ്മൾ വാങ്ങണില്ല. 200,000 ഉറുപ്പ്യക്ക് സ്പോർട്സ് കാറോ അല്ലെങ്കിൽ ടെർബോ കാറാവും നമ്മൾ ഇനി വാങ്ങാൻ പോകണേ. അല്ലെങ്കിൽ സൂപ്പർ കാറിനുള്ള പൈസ നമ്മളൊക്കെ മാൻഷൻ ടൈക്കോണിൽ
വാങ്ങാൻ കഴിയുമോ അറിയില്ല. കാരണം വെച്ചാൽ ഇത് ഫൈനൽ പാർട്ടായാൽ നമ്മൾ 75,000 റുപ്യൻ്റെ വണ്ടിയിൽ നിർത്തേണ്ടി വരും. ഗൈസ് ഞാൻ എന്തായാലും സീലിംഗ് കൊണ്ട് ചെയ്താലാ. അപ്പോൾ നമ്മൾ സീലിംഗ് കൊണ്ട് ചെയ്യാൻ കേട്ടോ. റൂഫും ഇട്ടുണ്ട്. ലൈറ്റ്സ് ഓൺ ഉണ്ട്. ലൈറ്റ്സ് ഓണാണ്, ഓഫാണോ? അയ്യാ ചെറിയ ലൈറ്റാണ് ഈ സ്വിച്ച്. കുഴപ്പമില്ല. ഫ്ലോർ സെറ്റാക്കട്ടെ, വാള് സെറ്റാക്കട്ടെ. ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു വാള് വേണ്ടേ? ആണോ അതോ ഇവിടെ ടെറസാണോ അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. വാള് സെറ്റാക്കട്ടെ, ബാൽക്കണി സെറ്റാക്കട്ടെ, വിൻഡോ സെറ്റാക്കട്ടെ, റെയിലിങ്സ് സെറ്റാക്കട്ടെ, പ്ലാന്റ് സെറ്റാക്കട്ടെ. ഡോർ സെറ്റാക്കാൻ പൈസ ഇല്ല കേട്ടോ. 8,000 റുപ്യ ഉണ്ട്. 8,000 റുപ്യക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, 8,000 റുപ്യക്കും പോലും ഇല്ലേ. 3,000 റുപ്യക്ക് ഇല്ല. അതിപ്പോൾ 8,000 റുപ്യക്ക് പോലും ഇല്ല ഗൈസ്. ഇനി ഡൗട്ട്, ഇത് 3ാമത്തെ ഫ്ലോറാ അല്ലേ? ആണോ? 3ാമത്തെ ഫ്ലോർ ആണെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഗൈസ്. അല്ല, പക്ഷെ ഇത് 1ാമത്തെ ഫ്ലോറിന്. ഓ, ഇവിടെ നിന്ന് അടിയിലേക്ക് ഇറങ്ങാമല്ലോ. ഒന്ന് ഇവിടെ എടുക്കാൻ കഴിയോ? ഇല്ലല്ലേ. എന്തായാലും ഗൈസ് നമുക്ക് ഒന്നുകൂടി പൈസ കളക്ട് ചെയ്യാം. 8,000 എൻ്റെ ഒക്കെ ഉണ്ട്. അവിടെ ഒരു 20,000 മതി. 30,000 ആണെങ്കിൽ ഏറെ ആശ്വാസം. 20,000 25 ഫോർച്യൂണർ 2K അടിച്ചുല്ലോന്ന്. ഏതോ വീഡിയോക്ക് 2K അടിച്ചു ഗൈസ്. ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഇന്ന് തന്നെ പോയി നോക്കും വീഡിയോ കാണാൻ 2K അടിച്ചതെന്ന് നോക്കാം കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല 2K അടിച്ചൊന്നും. ഗൈസ് താങ്ക്സ് ഫോർ 2K വ്യൂസ് അയക്കണമെങ്കിൽ കേട്ടോ. ആയിരുന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ 2K ആക്കി തരുമെന്ന് വിചാരിക്കുക. അവിടെ ഈ 8,000 റുപ്യക്ക് ഒന്നുമില്ല. MK47 ആണ് നമ്മളോട് 2K അടിച്ചില്ലെന്ന് ചോദിച്ച്. ഗൈസ് നേരെ പോയി അടുത്ത പൈസ എടുക്കാം. പൈസ ഇല്ല കേട്ടോ നമ്മളേക്കൽ. പൈസ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിഷയം തന്നെയാണ്. പൈസ ഇല്ല എൻ്റെ കയ്യിൽ. മേലെ കയറണ്ടേ? എന്നാലും ഗൈസ് താങ്ക്സ് ഫോർ 2K. ഞാൻ 2K അടിക്കുന്നത് വിചാരിച്ചിട്ടില്ല. ആരാണ് നിൻ്റെ ഇതിലൊക്കെ കയറി പോകണ്ടേന്ന്? നല്ല ഇതാണോ എന്നൊക്കെ നോക്കാനാവും. അവർക്കറിയില്ലല്ലോ പ്രൊഫഷണൽ ആളുടേതാണെന്ന്. 18,000 റുപ്യ ഇതിന് തന്നെ കൊടുത്തു. ഈ വിൻഡോസിന് ഇനി ഇവിടെ ഒക്കെ കൂടി എത്ര റുപ്യ കാണിക്കുന്നുണ്ട് നോക്കട്ടെ. 32,000 25,000 കൂടി. ലാസ്റ്റ് തൊട്ടാട്ടോ ഇനി പൈസ എടുക്കാൻ പാർട്ട് 4 വേണ്ടി വെയിറ്റ് ചെയ്യാം. കഥ പറയാനുള്ളൂ. പാർട്ട് 4 ചിലപ്പോൾ ഈ വീഡിയോ ലെങ്ത് കുറയും. പക്ഷെ പാർട്ട് 4 വേണ്ടി വെയിറ്റ് ചെയ്യാം. പാർട്ട് 4 അല്ലെങ്കിൽ അത് ഫൈനൽ പാർട്ടാകാം. ഒന്നും ഇല്ലാതെ 20,000 ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. ഞാൻ പോയി നോക്കിയിട്ട് വരാം ഗൈസ്. ഞാൻ ചാറ്റൊന്ന് വെറുതെ നോക്കിയതാ ഗൈസ്. വെയിറ്റ് ഫോർ ഫൈനൽ പാർട്ട് ഓർ പാർട്ട് 4. ഫൈനൽ പാർട്ട് ആവുമോ അത് പാർട്ട് 4 ആവുമെന്ന് എനിക്ക് ഡൗട്ടാണ്. വെയിറ്റ് ഫോർ ദാറ്റ്. നമ്മളത് വാങ്ങിക്കാം. വിൻഡോസ് വെക്കില്ല ആദ്യം, അതോ ഡോർ വെക്കണോ വാൾസ് വെക്കണോ? ഈ വാള് ഇവിടെ വിടറാ ഒന്ന് അറിയണം എനിക്ക് ഗൈസ്. ഇത് വേറെ റൂമും ഇത് വേറെ റൂമുമാണ്. ഇത് ബാത്റൂം ആട്ടോ. അയ്യോ കുളിക്കണമൊക്കെ വേറെ ആൾക്കാർ കാണും. അപ്പോൾ എന്തായാലും വെയിറ്റ് ഫോർ പാർട്ട് 4 ഓർ ഫൈനൽ പാർട്ട് ആൻഡ് ഐ എം ഗോയിങ് ഗൈസ്. അപ്പോൾ നമ്മൾ പോകണേ.